വന്നിട്ടില്ല. പകരം നാടകം എന്തെന്ന് പോലും പറയാൻ പാടില്ലാത്ത, ജീവിതത്തിൽ നാടകം കണ്ടിട്ടേ ഇല്ലാത്ത ഈ നാട്ടിലെ ചുറുചുറുക്കുള്ള 4 ചെറുപ്പക്കാരെ തപ്പിയെടുത്ത് അത്യാവശ്യം ഡയലോഗ് പറഞ്ഞ് പഠിപ്പിച്ചാണ് ഞാൻ ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ നാടകത്തിന്റെ സംവിധാനം അടി നാടകം ആരംഭിക്കുന്നു. മുതലാളി മുതലാളി രംഗത്ത് മുതലാളിയും നീ എന്നെ ചുമന്നോട് തല്ലുകൊള്ളാണിത്. അങ്ങോട്ട് വല്ല അങ്ങോട്ട് പോ മൈക്കിൽ 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 മൈക്കിലേക്ക് നാടകം പോയിട്ടില്ല. ഇവരൊക്കെ നാടകം പോയി ഡയലോഗ് ഓർമ്മയിൽ ഒന്ന് തെറ്റിക്കരുതാ. ചിരിക്കുന്നു. അയ്യോ പഴപുളിയെ ചിരിക്കാനല്ല പറഞ്ഞു, അട്ടഹസിക്കുന്നു. എന്താ അട്ട 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 അട്ടഹസിക്കാൻ അടിപൊളി അടിപൊളി. അത് ഇവിടെ പറഞ്ഞാണ്. ഉല്ലാസം ഉല്ലാസ എങ്ങനെയാണ് ഫോട്ടോ എടുക്കാനില്ല. സ്റ്റിൽ അനങ്ങാതെ മകള് വരുന്നു. മകള് ഞാനാണ് എല്ലാം നീയാണ്. മകള് പോടങ്ങി അച്ഛനാണ്. പെണ്ണ് വരുന്ന പെണ്ണ് തല്ലി വിടാണ്. രക്ഷിക്കണം പോലാളി രക്ഷിക്കണം. 3 വട്ടം രക്ഷിക്കണം പോലാളി. 3 പ്രാവശ്യം പറയാം. രക്ഷിക്കണം പോലാളി രക്ഷിക്കണം. രക്ഷിക്കണം പോലാളി രക്ഷിക്കണം. രക്ഷിക്കണം പോലാളി രക്ഷിക്കണം. മുതലാളിയുടെ മുഖത്ത് പുച്ച. മുതലാളിയുടെ മുഖത്താണ് പുച്ച. എങ്ങനെയാണ്? 3 കൊല്ലം മുമ്പ് ഇവിടെ ജോലിക്ക് നിന്ന ഞാൻ 3 വർഷമായി ഞാൻ ഇവിടെ ജോലി നോക്കും. ഇപ്പോൾ ഞാൻ 6 മാസം ഗർഭിണിയാണ്. എന്റെ വയറ്റിൽ വളരുന്ന രാജമോൻ എപ്പോഴും എന്നോട് ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറയും നീ മാറി നിൽക്കുന്ന മുതലാളിയാണെന്ന്. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞേ. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ ഒന്ന് ആവേശത്തിൽ മാന്യന്മാരെ ആക്ഷേപിക്കാൻ നോക്കുന്നത്. മാറ്റാൻ പറ്റുമോ? അങ്ങനെ നിലാവുള്ള രാത്രിയിൽ മാവിൻ ചുവട്ടിൽ നിന്നെയും നോക്കി ഞാൻ കാത്തിരുന്നപ്പോൾ തലയിൽ മുല്ലപ്പൂമ്പ ചെന്നൈ കാണാൻ ഓടി വന്ന എന്റെ അരികിലേക്ക് ഓടിയാണെങ്കിൽ മന്ദസ്മിതമേ നിന്നെ വാരിപ്പുണരുവാനായി എന്റെ കൈകൾ കൊതിക്കുകയാണ്. എല്ലാവരും നോക്കണ്ടോ? ചേച്ചിയൊക്കെ നോക്കണേ. മുതലാളി മാത്രം നിന്നാ മതി. മുതലാളി മാത്രം നിന്നാ മതി. അച്ഛൻ വരും. ഞാനാണ് എല്ലാം അച്ഛൻ ഇങ്ങനെ വാഴ. എന്റെ ഷർട്ട് ഇട്ടുന്നു തന്നെ മുതലാളി വെളി കേൾക്കുന്നു. മീൻകാരെയൊക്കെ അങ്ങനെ നിർത്തിയേക്കണേ. ഓ ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ആരാണ്? ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ഇത് ഞാൻ പറയാന്ന് പറഞ്ഞല്ലേ. ഗോപി. ഓ ഗോപി. ഓ ഗോപി അല്ല പി.കെ. ഗോപി. വന്നതിന്റെ ഉദ്ദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് ജോലിക്ക് നിന്നിരുന്ന എന്റെ മകളെ 6 മാസം ഗർഭിണിയാക്കിയ ദുഷ്ട നിന്നോട് ഞാൻ പകരം ചോദിക്കും. എന്റെ മോളെ ഗർഭിണിയാക്കിയത് പോരാനിട്ട് എന്റെ മോളെ ഗർഭിണിയാക്കിയത് പോരാനിട്ട് എന്റെ മോളെ ഗർഭിണിയാക്കിയത് പോരാനിട്ട് ഞാൻ എന്റെ മോളെ ഗർഭിണിയാക്കിയത് പോരാനിട്ട് അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന് അത്തരമൊത്ത് ദുഷ്ട അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന് ആ പറഞ്ഞത് നശിക്കുന്നോടാ ദുഷ്ട. ചാടി വീഴുന്നു. ചാടി വീഴുന്നു. ചാടുന്നു. വീഴുന്നു. ചാടുന്നു. വീഴുന്നു. കുത്തി പിടിക്കുന്നു. അമ്മേ ഞാൻ നോക്കൂ. ഇവൻ തോക്കട്ടെ. നാടകം പൊളിപ്പോയി. ഞാൻ ആൾക്കാർ കാണാതെ ഞാൻ കൊണ്ട് തന്നോളാം. ആൾക്കാർ കാണാതെ തോക്കി ഞാൻ കൊണ്ട് തന്നോളാം. ആൾക്കാർ കാണാതെ തോക്കി ഞാൻ കൊണ്ട് തന്നോളാം.
ആ ആരും കണ്ടിട്ടില്ല. വെടിവെക്കുന്നു. മരിച്ചു വീഴുന്നു. നീ മരിച്ചു വീഴ, ഞാൻ മരിച്ചു വീഴ. ആ ചിരിക്കുന്നു. ആ തോക്കടിക്കുന്നു. ആ മകൻ ഞാനാണ് മുതലാളി, 3 വർഷം കൂടെ ജോലിക്ക് നിന്ന് എന്റെ പൊന്നുമകളെ ഗർഭിണിയാക്കിയത് പോരാഞ്ഞിട്ട് അത് ചോദിക്കാൻ വന്ന എന്റെ പൊന്നച്ഛനെ വെടിവെച്ചു വന്ന ദുഷ്ട, നീ നശിച്ചു. നിന്റെ വെടിയുണ്ടായിട്ട് ഇവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛൻ ഇവിടെ പോയത് അവിടെ ഭയങ്കര ഉറുമ്പാണ്. ഞാൻ മാറ്റി ഉറുമ്പ് കൈയെ സഹിക്കുമ്പോൾ ഇവിടെ ഒന്നും മാറി അവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛനെ എന്ന ദുഷ്ട, നീ നശിച്ചു പോകും. പെങ്ങളെ സൗവർണികേ, പെങ്ങളെ സൗവർണികേ. നിന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു നീ ഒരു ഗർഭിണിയായി കാണണം, അല്ല കുടുംബിനിയായി കാണണം. പറയുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? ഒരു തണുത്ത് മരവിച്ച കറുത്ത രാത്രി മുതലാളിയുടെ വീട്ടിൽ ഞാൻ TV കാണാൻ പോയി. ഏഷ്യാനെറ്റിലും കൈരളിയിലും സൂര്യയിലും കോമഡി ഷോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് മുതലാളി ഫാഷൻ ചാനലിട്ടത്. അരുത് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. മുതലാളി കേട്ടില്ല. എന്നെ നിർബന്ധിച്ച് ഫാഷൻ ചാനലിൽ കാണിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ചേട്ടാ. ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ തെറ്റിയത് ഈ മുതലാളിയല്ല, എന്റെ പൊന്നു പെണ്ണമല്ല. ഇവിടെ തെറ്റിയത് ആ ചാനലുകാരാണ്. അതുകൊണ്ട് എനിക്ക് ഈ സമൂഹത്തോട് ഒന്നേ പറയാനുള്ളൂ, ഇനി മേലാൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്രായപൂർത്തിയായ പെൺകുട്ടികളെ അടുത്ത വീട്ടിൽ TV കാണാൻ പറഞ്ഞയച്ചാൽ നിങ്ങൾക്കും ഇത് സംഭവിക്കും. എന്താ സംശയം?